ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ചെടികളും പൂക്കളുമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലത്തെ ചെടികളും പൂക്കളുമാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ കാണുന്ന ചെടിയാണ് കേട്ടോ ബ്രൈഡൽ ബൊക്കെ. ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്ന പ്ലാന്റാണത്. അതവർ ആ വീടിനോട് ചേർന്ന് ഒരു ഭിത്തിയിൽ പടർത്തിയിരിക്കുകയാണ്. കണ്ടോ, ഒരു ചെറിയ ചെടിയാണ്, പക്ഷെ എന്നാലും ഒത്തിരി പൂക്കൾ അത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അവരത് വള്ളി കെട്ടി മുകളിലേക്ക് പടർത്തിയിരിക്കുകയാണ്. കുറച്ച് ഭാഗത്തേക്ക് അങ്ങോട്ട് പിടിച്ച് വന്നിട്ടുള്ളെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് നിൽക്കുന്നത് കാണാനായിട്ട്. അതുമ്പോൾ നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. അത് മുകളിലേക്ക് പടരപ്പ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. അത് ചെറിയൊരു തൈയാണ്, പക്ഷെ അത് പൂ നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ പൂവിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലുണ്ട്, നല്ല ഭംഗിയുള്ള പൂവ്. പണ്ട് കാലത്ത് നമ്മുടെ മണവാട്ടികളൊക്കെ പള്ളിയിൽ വരുമ്പോൾ മണവാട്ടികളുടെ കയ്യിൽ നീളനുള്ള ഇങ്ങനത്തെ ബൊക്കകളാണ് ഉണ്ടാവുക. ഇപ്പം അതൊന്നുമില്ല, ഇപ്പൊക്കെ കയ്യിൽ പിടിക്കുന്ന ബൊക്കയാണ്. അപ്പോൾ ആ ബൊക്കയുടെ പേരാന്ന് തോന്നുന്നുണ്ട് ഈ പുഷ്പത്തിന് കിട്ടിയേക്കണെന്ന് തോന്നുന്നുണ്ട്, ബ്രൈഡൽ ബൊക്കെ. അങ്ങനെയാണ് ഇവൻ പേര് വന്നതെന്ന് വിചാരിക്കണം. ആണോ? ഒരിക്കൽ കണ്ടശാങ്കടവ് പള്ളി സന്ദർശിക്കാൻ പോയപ്പോഴേ അവിടെ കണ്ട നല്ല പൂക്കളും ചെടികളാണിത്. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനത് എടുത്തതാണ്. കണ്ട എത്ര മനോഹരമായിട്ടാണ് അവർ ആ പള്ളിയുടെ മുറ്റം അലങ്കരിച്ചേക്കണേന്നൊക്കെ. നല്ല ഇഷ്ടമായി എനിക്ക്. അപ്പം ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു ചെടിയില്ലേ, ആ ചെടിയുടെ വേറൊരു വെറൈറ്റിയും കൂടി അവിടെ കണ്ടു. നല്ല രസമുള്ള ചെടിയാണിത്. ഇതാ അതിൻ്റെ തന്നെ മഞ്ഞ കളർ കണ്ടോ, നല്ല ഭംഗിയുള്ള കളർ. ആ ചെടിയുടെ പേരെന്താണ് അവ കോളാമ്പിപ്പ് പോലെ നിൽക്കുന്നുണ്ട്, പക്ഷെ നല്ല ഭംഗിയുള്ള ചെടി. ഈ കുറ്റിച്ചെടി പോലത്തെ ആ ചെടി കണ്ടോ, അതൊരു വെറൈറ്റി ഉള്ളൊരു ചെടിയാണ്. സാധാരണ കാണുന്ന ഒരു പൂക്കളല്ല, അതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പൂക്കളാണ്. ഒരു പ്രത്യേക തരം കുറ്റിച്ചെടി. അത് നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് എന്ത് പേരാണ് ചെടി എന്നുള്ള, ആ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്, മനോഹരമായിട്ടുള്ള പൂക്കളും. ഇനി നമ്മുടെ അഡീനിയം പ്ലാന്റ് കണ്ടോ, എത്ര പൂക്കളാണ് ഉണ്ടായി നിൽക്കണേ. എന്തോരം ചട്ടികളിലാണ് അവർ അഡീനിയം വളർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. കണ്ടോ, നല്ല മനോഹരമായിട്ട് അവരത് അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് വളർത്തിയിട്ടുണ്ട്. പലതരം അഡീനിയം പൂക്കൾ രസമായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത അടീനിയം ചെടികളാണ് കേട്ടോ, പ്ലാന്റും ചെടികളാണ്. നോക്കി എന്ത് രസം. അത് വേറൊരു വെറൈറ്റിയാണ് കണ്ടോ, നല്ല വെള്ള നല്ല ചുമപ്പ് അടീനിയം പ്ലാന്റ് കണ്ടോ, രസമില്ലേ കാണാനായിട്ട്. ഇത് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത അടീനിയം പ്ലാന്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് യൂഫോർബിയ
വെറൈറ്റി കളർ കാണിച്ചു തരാം കേട്ടോ. യൂഫോർബിയയുടെ വെറൈറ്റി കളറുകൾ ഇതാ. വെള്ള യൂഫോർബിയ, കണ്ടോ, ഇത് വെള്ള യൂഫോർബിയ. ഇത് മഞ്ഞ യൂഫോർബിയ, കണ്ടോ, ഇത് മഞ്ഞ യൂഫോർബിയ. അതുകൂടാണ്ട് ചുമപ്പുണ്ട്. ഇനി ഇതാ ചുമപ്പ് തന്നെ പല 2-3 കളർ വ്യത്യാസമുള്ള കളറുണ്ട് ചുമപ്പിൽ. വെള്ളം ചുവപ്പുണ്ട്, കടും ചുവപ്പുണ്ട്. യൂഫോർബിയയുടെ പല വെറൈറ്റികളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.